അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണം കേരളത്തെ ഞെട്ടിച്ചതാണ്. ഇത് കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് ജാതി വിവേചനവും മാനസിക പീഡനവും മൂലമുണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അഥവാ സ്ഥാപനവൽകൃത കൊലപാതകമാണെന്നാണ് KSU ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് KSU പ്രവർത്തകർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് സന്നാഹത്തെ ഭേദിച്ച് തള്ളിക്കയറിയത്. പ്രതിഷേധത്തിനിടെ KSU നേതാക്കൾ ഉയർത്തിയ വാദങ്ങൾ അതീവ ഗൗരവകരമാണ്. നിതിനെ കൊന്നവരെ ആദ്യം അറസ്റ്റ് ചെയ്യ് പോലീസെ, എന്നിട്ട് മതി ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എന്ന ഇവരുടെ മുദ്രാവാക്യം ക്യാമ്പസിലെ വൈകാരിക അന്തരീക്ഷം വ്യക്തമാക്കുന്നുണ്ട്. സംഭവം നടന്ന് 4 ദിവസം പിന്നിട്ടിട്ടും പോലീസിന് കൃത്യമായ അന്വേഷണം നടത്താനോ കുറ്റക്കാരെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല എന്നത് കമ്മീഷന്റെയും പോലീസിന്റെയും വീഴ്ചയായി പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെറും സസ്പെൻഷൻ നടപടി കൊണ്ട് ഇതിനെ ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവരുടെ നിലപാട്. പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് ജാതീയതയുടെ പേരിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യം ഓരോ മലയാളിയെയും ലജ്ജിപ്പിക്കുന്നതാണെന്ന് KSU നേതാക്കൾ പ്രതിഷേധത്തിനിടെ വ്യക്തമാക്കി. സബ് കളക്ടറും മറ്റ് ഓഫീസറും കോളേജിൽ പരിശോധന നടത്താൻ എത്തിയിട്ടുണ്ടെങ്കിലും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ സമരം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനയുടെ തീരുമാനം. എന്തായാലും ആ പ്രതിഷേധ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രതിഷേധത്തെ ഭയന്ന് നിങ്ങൾ മാറി നിൽക്കണ്ട. നിങ്ങളുടെ ഒത്തുകളിയൊക്കെ നമുക്കറിയാം. അതിനെ ഭയപ്പെടുത്താനും നോക്കണ്ട. ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഈ ക്യാമ്പസിനകത്തേക്ക് നമ്മൾ കടന്നു വന്നതിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ നാടിനെ കേരളം, പ്രബുദ്ധ കേരളം എന്ന് നടിച്ചു നടക്കുന്ന ഒരു സർക്കാരുള്ള ഒരു കേരളം, ആ കേരളത്തിനകത്ത് ജാതീയതയുടെ പേരിൽ അല്ലെങ്കിൽ വർണ്ണവെറിയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് മാനസികമായി പ്രയാസമുണ്ടായി ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, ഇത് കേവലം ഒരു ആത്മഹത്യയായി നമുക്കിതിനെ ചുരുക്കി കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി എന്തൊക്കെ നേരിടാൻ വേണ്ടി പാടില്ല, പക്ഷേ അങ്ങനെ പാടില്ലാത്തത് എന്തോ അതൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് നമ്മൾ കാണുന്നത്. ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടതിന് ശേഷം നിരവധിയായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ വേദനകൾ നമ്മൾ കാണുകയാണ്. ഒരു കുടുംബത്തിന്റെ കണ്ണുനീര് നമ്മൾ കാണുകയാണ്. ആ കണ്ണുനീരിന് ഇവിടുത്തെ അധ്യാപകരെന്ന് വിളിക്കാൻ വേണ്ടി പോലും സാധിക്കാത്ത രീതിയിൽ അപരിഷ്കൃതമായിട്ട് രീതിയിൽ അധപതിച്ചിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു ഇരയായിട്ട് ഒരു വിദ്യാർത്ഥി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ നിലയിലൊക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന ഒരു സംഭവം കേരളത്തിനകത്ത്, ഈ കണ്ണൂർ ജില്ലക്കകത്ത് അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിനകത്തുള്ള ഒരു ക്യാമ്പസിനകത്ത് ഈ നിലയിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോ പ്രബുദ്ധ കേരളമേ, നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടുന്ന ഏറ്റവും ദാരുണമായ ഒരു സാഹചര്യം. ആ അമ്മയുടെയും അച്ഛന്റെയും കരച്ചില്, ആ കണ്ണുനീര് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനകത്തു നിന്നും ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരേങ്ങി കരയുമ്പോ എന്റെ മോനെ എന്ന് നിലവിളിച്ച് കരയുന്ന സമയത്ത് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ മരണത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ള ആളുകള് ഇന്ന് വളരെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ട് ഈ നാടിനകത്ത് കടന്നു പോകുന്നു. കേവലം സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണഗതിയിലുള്ള ചെറിയ നടപടി, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കേവലം ഒരു നടപടി മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് ഞങ്ങൾക്കറിയാം.